ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ധോണിക്ക് ശേഷം ആ കിരീടം രോഹിത് ശർമ്മ ഇന്ത്യക്ക് നേടിത്തന്നു. ഒരു നിമിഷം ഇന്ത്യ കളി തോൽക്കുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഒടുവിൽ ഇന്ത്യ അത് നേടിയിരിക്കുകയാണ്. ന്യൂസിലൻഡ് ഫൈനലിൽ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗ് ലഭിച്ചത് ന്യൂസിലൻഡിനായിരുന്നു. അവർക്ക് മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. രവീന്ദ്ര ആഞ്ഞടിച്ചു. എന്നാൽ ഇന്ത്യൻ ബൗളേഴ്സ് തുടക്കത്തിലെ തന്നെ അവരുടെ ഓപ്പണേഴ്സിനെ മടക്കി. 31 റൺസിൽ രവീന്ദ്ര പുറത്തായപ്പോൾ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിച്ചിരുന്നു. പിന്നീട് വന്ന വില്യംസന് പെട്ടെന്ന് പുറത്തായപ്പോൾ ഇന്ത്യൻ ആരാധകർ സന്തോഷത്തിലായി. എന്നാൽ ഡാറി മിച്ചൽ മികച്ച കളി പുറത്തെടുത്തു, അതുപോലെ ബ്രേസ്വെല്ലും. എങ്കിലും ഇന്ത്യൻ ബൗളേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് മാത്രമാണ് ന്യൂസിലൻഡ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചെറിയ സ്കോറായിരുന്നു. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് സ്വപ്ന തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. രോഹിത് ശർമ്മ അടിച്ചു തകർത്തു, അതുപോലെ ശുഭ്മാൻ ഗില്ല് രോഹിത്തിന് നല്ല സപ്പോർട്ട് കൊടുത്തു. ഇന്ത്യയുടെ ഒരു വിക്കറ്റിന് വേണ്ടി ന്യൂസിലൻഡ് കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് 105ാമത്തെ റൺസിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. ശുഭ്മാൻ ഗില്ലാണ് ഔട്ടായത്. തൊട്ടു പിന്നാലെ കോഹ്ലി 1 റൺസിൽ ഔട്ടായപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കോഹ്ലിയായിരുന്നു ഇന്ത്യയുടെ നട്ടല്ലേ. കോഹ്ലിക്ക് തൊട്ടു പുറകെ രോഹിത് ശർമ്മയും ഔട്ടായി മടങ്ങി. ഇന്ത്യ തോൽവി മുന്നിൽ കണ്ടു. എന്നാൽ ശ്രേയസ് അയ്യർ കളി വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഇന്ത്യ ഫൈനലിൽ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകർ സന്തോഷത്തിലാണ്. ഇന്ത്യക്ക് അങ്ങനെ മറ്റൊരു ICC ട്രോഫി ലഭിച്ചിരിക്കുകയാണ്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മയാണ് ഇന്ത്യക്ക് ട്രോഫി നേടിത്തന്നത്. ദുബായ് പിച്ച് ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് ഈസി ആയിട്ട് ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചതെന്നാണ് ക്രിക്കറ്റ് ആരാധകർ വിലയിരുത്തുന്നത്. കാരണം ന്യൂസിലൻഡ് കഴിഞ്ഞ മത്സരത്തിൽ 360 മുകളിൽ റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. അത് പാകിസ്ഥാനിലെ പിച്ചായിരുന്നു. ദുബായ് പിച്ചിൽ ന്യൂസിലൻഡിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത് ഇന്ത്യ കളിച്ചു നേടിയ വിജയമാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.